ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ കാവന്നൂർ അരീക്കോട് AEP സ്കൂളിലാണ്. ഇത് മലപ്പുറം ജില്ലയാണെങ്കിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന സ്കൂളാണ്. മലപ്പുറത്തെയും കോഴിക്കോടെയും ഒക്കെ നിയമസഭാ മണ്ഡലങ്ങൾ ചേർന്നാണ് വയനാട് ലോക്സഭാ മണ്ഡലം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, വനിതകളടക്കമുള്ള നല്ലൊരു പങ്കാളിത്തം ഈ തെരഞ്ഞെടുപ്പിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് വെള്ളിയാഴ്ചയാണ്. പ്രാർത്ഥനയ്ക്കൊക്കെ പോകേണ്ടതിന് മുമ്പ് തന്നെ അവരെല്ലാവരും നേരത്തെ തന്നെ വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ്. ഇവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. റാമ്പ് അടക്കമുള്ള സൗകര്യങ്ങൾ, വീൽചെയർ അടക്കമുള്ള സൗകര്യങ്ങൾ, എല്ലാവിധ ക്രമീകരണങ്ങളും വളരെ നല്ല രീതിയിൽ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. ചെറുപ്പക്കാരും അതുപോലെ തന്നെ പ്രായമേയവരും ഒക്കെ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട്. അവരൊക്കെ ഇങ്ങനെ വളരെ ക്ഷമാപൂർവ്വം കാത്തിരിക്കുകയാണ് വോട്ട് ചെയ്യാൻ, തങ്ങളുടെ സമ്മതിദാനാവകാശം രേഖപ്പെടുത്തി അവരെ ഈ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കാളികളാകുക എന്നുള്ള ഒരു വലിയൊരു ലക്ഷ്യം, വലിയൊരു പ്രതീക്ഷയാണ് അവർക്ക് ഈ ജനാധിപത്യത്തിലുള്ളത്. എന്താണ് ഈ ഒരു തെരഞ്ഞെടുപ്പിനെ കാണുന്നത്, നിങ്ങളുടെ ഒരു പ്രതീക്ഷ? വലിയ ആവേശമാണ്. ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയന്റെ ഭാഗമാവാണല്ലോ നമ്മൾ. അപ്പോ നല്ല ആവേശമുണ്ട്, അതിൽ വലിയ സന്തോഷമുണ്ട്. കുറെ ആൾക്കാർ ഇപ്പൊ ഒരു വലിയ ക്യൂ തന്നെ നിന്നിട്ടാണ് ഇതിൽ പങ്കുചേരുന്നത്. അപ്പൊ എല്ലാവരും നല്ല ആവേശത്തിലാണ്. അതൊരു വലിയൊരു, നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ ജീവിതത്തിലെ പ്രായപൂർത്തിയായ ഒരാളുടെ ഒരു വലിയൊരു അവകാശമാണ് ഈ വോട്ട് എന്നുള്ളത്. അത് വിനിയോഗിക്കുക, യഥാക്രമം നമ്മൾ വിനിയോഗിക്കുക എന്നുള്ളതാണ് വലിയൊരു ലക്ഷ്യം. എങ്ങനെ പറയുന്നത്? സന്തോഷമുണ്ട്. ഇത്ര ക്യൂ നിന്നിട്ട് നമ്മള് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് നമ്മളെ രാജ്യത്തിന്റെ ഒരു നന്മക്കാണെന്ന് ആഗ്രഹിച്ചിട്ടാണ് വന്നത്. തീർച്ചയായിട്ടും ഇവരൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ നന്മയ്ക്കായിട്ട്, അതുപോലെ തന്നെ പൊതു നന്മയ്ക്കായിട്ട്, ജനാധിപത്യ സംരക്ഷണത്തിനായിട്ട് തന്നെയാണ് അവർ. എത്ര സമയം നിന്നാൽ പോലും അത് വോട്ട് രേഖപ്പെടുത്തിയതിന് ശേഷം മാത്രമേ ഇവർ പോവുകയുള്ളൂ. അത് നമ്മുടെ ഒരു ജനാധിപത്യത്തിന്റെ ശക്തിയാണ് സൂചിപ്പിക്കുന്നത്.